ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ നഷ്ടത്തിലായ ഡസനോളം വിമാനത്താവളങ്ങള് സ്വകാര്യവൽക്കരിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. വിമാനത്താവളങ്ങള് സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ മൂന്നാം ഘട്ടമാണിത്. ഇത്തവണ ആകെ 11 വിമാനത്താവളങ്ങളായിരിക്കും സ്വകാര്യവൽക്കരിക്കുകയെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 9 മാസത്തിനുള്ളിലെ ഈ 11 വിമാനത്താവളങ്ങള് ഏകദേശം 13.5 ദശലക്ഷം ആഭ്യന്തര യാത്രക്കാരെയും 2.4 ദശലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാരെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ആഭ്യന്തര വ്യോമ ഗതാഗതത്തിന്റെ ഏകദേശം 10%, അന്താരാഷ്ട്ര ഗതാഗതത്തിന്റെ ഏകദേശം 4%, റിപ്പോർട്ട് പറയുന്നു. വാരണാസിയിലെ വിമാനത്താവളവും സ്വകാര്യവൽക്കരിക്കുന്നതിൽ ഉൾപ്പെടും. വാണിജ്യപരമായി ലാഭത്തില് പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണിത്. ഇതിനൊപ്പം നഷ്ടത്തില് പ്രവർത്തിക്കുന്ന ഉത്തർപ്രദേശിലെ കുശിനഗർ, ബീഹാറിലെ ഗയ എന്നിവയും സ്വകാര്യവൽക്കരിക്കും. ബുധന് ജ്ഞാനോദയം നേടിയ സ്ഥലമായ ബോധ് ഗയയിലേക്കുള്ള കവാടമാണ് ഗയ. ധാരാളം തീർത്ഥാടകരെ എത്തുന്ന വിമാനത്താവളം കൂടിയാണിത്. ഭുവനേശ്വര്, അമൃത്സര്, ഹുബ്ലി, കാംഗ്ര, റായ്പൂര്, തിരുച്ചിറപ്പള്ളി, ഔറംഗാബാദ്, തിരുപ്പതി എന്നിവയാണ് സ്വകാര്യവൽക്കരിക്കാനുദ്ദേശിക്കുന്ന മറ്റു വിമാനത്താവളങ്ങള്. വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുന്നതില് ഗൗതം അദാനി മുൻനിരയിലുണ്ടാകുമെന്നാണ് സൂചന. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് കമ്പനിയായ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് നിലവില് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവള ഓപ്പറേറ്ററാണ്. തിരുവനന്തപുരം വിമാനത്താവളവും അദാനിയുടെ ഉടമസ്ഥതയിലാണ്. രണ്ടാംഘട്ട വിമാനത്താവള സ്വകാര്യവൽക്കരണത്തില് 6 വിമാനത്താവളങ്ങളാണ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചത്. ന്യൂഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും മറ്റ് ചില വിമാനത്താവളങ്ങളും പ്രവർത്തിപ്പിക്കുന്ന GMR എയർപോർട്ട്സ് ലിമിറ്റഡും രംഗത്തുണ്ടാകുമെന്നാണ് സൂചന. സർക്കാർ സ്ഥാപനമായ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് നിലവിലെ ഈ വിമാനത്താവളങ്ങളുടെ ചുമതല. യാത്രക്കാരിൽ നിന്ന് ഏറ്റവും ഉയർന്ന വരുമാനം യുമായി പങ്കിടുന്നവർക്കായിരിക്കും വിമാനത്താവളങ്ങൾ കൈമാറുക.